ചേടാ ഇത് നമ്മള് ബഷീറല്ലേ ദുബായ് രാജ എപ്പോഴാ വന്നത്? നമ്മളെ ചർച്ച മണി. ഞാൻ 2 ദിവസമായി വന്നിട്ട്. എങ്ങോട്ടാ യാത്ര? വീട്ടിലേക്ക് 2 AC, ഒരു വാഷിംഗ് മെഷീൻ, ഒരു ഫ്രിഡ്ജ്, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് പോവാണ്. AC യോ? അതും 2 എണ്ണം? നീ ഇതെങ്ങോട്ട് പോണേ? തൂക്കുമരത്തിലേക്കോ? നീ എന്താ മണി പറയുന്നത്? ഞാനിതൊന്നും കക്കാനല്ല പോകുന്നത്, കാശ് കൊടുത്ത് മേടിക്കാനാ. എടാ ഗൾഫി, നീ ഇതൊക്കെ വാങ്ങി പ്ലഗ് കുത്തിയാലേ എന്റെ വീട് KCB ജപ്തി ചെയ്യും. നീ എന്താ ഈ പറയുന്നത്? ഒന്ന് തെളിച്ചു പറ. ഈ നാട്ടിലെല്ലാരും കണക്കിലോട് മാറ്റാനുള്ള തിരക്കില്ല. നീ ഇതൊന്നും അറിയുന്നില്ലേ? ലോഡോ? എന്ത് ലോഡ്? എന്താ ബഷീർ ഇവിടെ ഒരു തർക്കം? നീ ഇതുവരെ കടയിൽ പോയില്ലേ? ഇല്ല, പോയില്ല. ഈ ചർച്ചാമണി പറയുന്നത് കേട്ടിട്ട് എന്റെ ബോധം പോയിരിക്കും. വീട്ടിലേക്ക് കുറച്ച് ഉപകരണങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ KCB എന്നെ പിടിച്ച് തിന്നുന്നാ പറയുന്നത്. എന്താ ഞങ്ങളെ പറ്റി ഒരു ചർച്ച? സാറേ, ഞാൻ 2 AC-യും ഫ്രിഡ്ജും വാങ്ങിക്കഴിഞ്ഞാൽ KCBക്ക് എന്താ വലിയ പ്രശ്നം? സംഗതി കൊള്ളാം. വല്ല സ്കോഡും വന്ന് പിടിച്ചാലേ പണി വേണം. ഓ പിന്നെ ഈ നാട്ടിലൊരു ഷോപ്പിംഗ് നടക്കില്ല. അതൊക്കെ ഇങ്ങ് ദുബായിലാണെങ്കിൽ. എടാ ഇത് നിന്റെ ദുബായ് അല്ല മോനെ, ഇത് കേരളാണ്, ദൈവത്തിന്റെ സ്വന്തം നാട്. ഇവിടെ കറണ്ട് പോകും വരും. ലോഡ് കൂടിയത് അറിയിച്ചില്ലെങ്കിൽ പിഴയും വരും. പേടിക്കുന്ന മാഷേ, സർക്കാർ ഇപ്പോൾ ഒരു അവസരം തന്നിട്ടുണ്ട്. ഈ വരുന്ന മാർച്ച് 31 വരെ നമുക്ക് ഫ്രീ ആയിട്ട് സ്വമേധയാ നമ്മുടെ ലോഡ് വെളിപ്പെടുത്താൻ സാധിക്കും. അതിനിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ടെൻഷൻ അടിക്കുന്ന മാഷേ, നമ്മുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാല് ഒരു ഫോം കിട്ടും. അത് പൂരിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഓഫീസിൽ തിരക്കാണെങ്കിലോ? അതിന് wss.kcb.in എന്ന പോർട്ടലിൽ കയറി ഓൺലൈൻ വഴിയും നമുക്ക് ഇത് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. എങ്കിൽ ശരി സാറേ, ഇത്രയും പറഞ്ഞു തന്നതിൽ വളരെ നന്ദിയുണ്ട്. നീ ഇവിടെ വെറുതെ ചൊറി കുത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല വിവരമാണല്ലോ മണി. വാ, നമുക്കൊരു ചായ കുടിക്കാം, അതിനുശേഷം ലോഡ് ചേഞ്ച് ചെയ്യാം, എന്നിട്ട് മതി ഷോപ്പിംഗ്.